ഗുഡൻ ടാഗ്. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരാളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഞാൻ ഈ പാത്രമൊക്കെ ഇതിൽ നിന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ. ഞാൻ തലേ ദിവസം ഇതിൽ വെച്ചതാണ്. വേറെ ആരുമില്ല, ഡിഷ് വാഷറാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഡിഷ് വാഷർ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ ലൈറ്റ് ശ്രദ്ധിച്ചോ? ഈ അവസാനം കത്തുന്ന 2 ലൈറ്റുകൾ ഇതിൽ 2 സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കുക്ക് ചെയ്യണ ഉപ്പല്ല. അതുപോലെ തന്നെ ഒരു ലിക്വിഡും നമ്മൾ ഇതിൽ ഉപയോഗിക്കണം. ഈ ഒരു സ്ഥലത്ത് വേണം നിങ്ങൾ ഈ ഉപ്പ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ സിഗ്നലാണ് അവിടെ കത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ വാഷിംഗ് മെഷീൻ പോലെ തന്നെ ഇതിൽ എന്തെങ്കിലും കുറവൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് സിഗ്നലും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. കൂടുതലും പേർക്കും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരിക്കും. എനിക്കും അറിയില്ലായിരുന്നു. ഞാനിവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. ഇതിലാണ് നമ്മൾ ഈ ലിക്വിഡ് ഒഴിക്കേണ്ടത് കേട്ടോ. നമ്മുടെ ഡോർമലാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇത് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഡിഷ് വാഷറിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് വേറൊരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചൂസ്